ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതോ ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ അമരകിരീടവും രജതരഥങ്ങളും അപരനു നൽകിയ ദശരഥനന്ദന രാമ രാമ യുഗസ്നേഹമന്ത്രവരമരുളൂ നീ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം
ശിവനന്ദ ചേച്ചി എങ്ങനെയുണ്ടായി? ചാലഞ്ച് റൗണ്ടിന് മുന്നേ മരുന്നൊന്നും വാരി കഴിച്ചില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഉറപ്പല്ലേ? ചൂടുവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. ചൂടുവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ കുട്ടി. ഓക്കെ, എങ്ങനെയുണ്ടായി Good ചാലഞ്ച് girl. റൗണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ പാടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദിക്കാം. ചേച്ചി, ശിവനന്ദ മാം, മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. ശിവനന്ദയിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച്? മരുന്ന് നിർത്തിയല്ലോ ചേച്ചി. മരുന്ന് നിർത്തി, അതൊക്കെ. അതല്ലാതെ വേറെന്തെങ്കിലും? വേറെന്താ? ശിവനന്ദ പ്രാക്ടീസ് മരുന്ന് നിർത്തി, തലത്തില് ഞങ്ങൾ മരുന്ന് തുടങ്ങി. 2026 മാറാന്ന് വിചാരിച്ചു. ഗുഡ് ഗേൾ. നല്ലൊരു മാറ്റം തന്നെ. എന്തായാലും നല്ല ഒരു പുതിയൊരു ശിവനന്ദയാണെന്ന് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു. വെരി ഗുഡ്, സൂപ്പർബ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റിയ ഒരു പാട്ട്. വളരെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ, നല്ല ഐശ്വര്യമായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഈ പാട്ടില് സ്പെഷ്യലി നമ്മുടെ ശ്രുതി ചാലഞ്ച് റൗണ്ട് ആണല്ലോ, അപ്പൊ അത് ചില സംഗതികൾ മോള് പാടി, അതൊക്കെ പല്ലവിയിലായിപ്പോയി. അത് ആ സംഗതികളെല്ലാം ഈ പറഞ്ഞ മാതിരി ശ്രുതി മാത്രം വെച്ചുകൊണ്ട് കേൾക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരായിരുന്നു. ശിവനന്ദ ആ ചരണത്തില് ഒരു വരി, അവിടെയാണ് എനിക്ക് തോന്നിയത് ഒരു ശരിക്കും ഒരു പ്രശ്നമായിട്ട് എടുത്ത് പറയണമെങ്കിൽ അവിടെ അത് വളരെ വ്യക്തമായിരുന്നു. ആ നമ്മുടെ രജത് ഭായിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു ഒരു എന്തായിരുന്നു അത്? അമര കിരീടവും രജതരഥങ്ങളും അപരനു നൽകിയ ദശരഥനന്ദന. ഓക്കെ 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 ഓക്കെ. രാമ രാമ, നന്നായിരുന്നു. താങ്ക് യു. പാടി പോവാണ്. പെട്ടെന്ന് പാടാൻ പറയുമ്പോ, എപ്പോഴും പാടാൻ പറയുമ്പോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എടുക്കുക. അത് ആരായാലും എപ്പോ പാടുമ്പോഴും ശ്രുതി ചേരണ്ടേ. അതെ. പെട്ടെന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി എന്ത് സംഭവിച്ചു എന്ന്. ആ ഒരു സ്ഥലത്താണ് കുറച്ച് വളരെ അധികമായിട്ട് വ്യക്തമായതെന്ന് പറയാം. അല്ലാതെ ബാക്കിയുള്ള വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു നല്ല ഒരു എന്താ പറയാ ശബ്ദത്തിന് ഉടമയായി മാറി. ഓക്കെ, നന്നായിരുന്നു മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ച കാര്യങ്ങള്? അതായത് കുറച്ചുകൂടി ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. വെരി ഗുഡ്. അങ്ങനെയാണ് ഈ ഫ്ലോറിലേക്ക് വരണം. എന്തായിരുന്നു നെഗറ്റീവായി ചിന്തിച്ചോണ്ടിരുന്നത്? അല്ല, ഞാൻ പാടാൻ വരുമ്പോ കിട്ടുവോ, അല്ലെ വോയിസ് ഓക്കെ ആയിരിക്കുവോ, സംഗതികൾക്ക് കറക്റ്റ് ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരിക. പക്ഷെങ്കിൽ ഇനി അതൊന്നും വേണ്ട, എല്ലാം പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ള രീതിക്ക് തന്നെ വന്ന് പാടുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ല ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിക്ക് വരിക എന്നുള്ളതാണ്. വെരി ഗുഡ്. പിന്നെയും ചോദിച്ചാ അല്ല, ഇപ്പൊ അതാണല്ലോ മെയിൻ പാട്ട് ആയിട്ട്. മാത്രമല്ല, അല്ലാണ്ട് വേറെ പിന്നെ ഞാൻ എന്താ പറഞ്ഞാല് പങ്ക്ച്വാലിറ്റി വരുത്തണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെങ്കിൽ അത് നടന്നില്ല. അല്ല, ഞാൻ പൊതുവെ എല്ലാ കാര്യത്തിലും ലേറ്റാ. 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ ഞാൻ 10:30 എല്ലാം ആകുമ്പോ എത്താ. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആവും. വെറുതെ ലേറ്റ് ആവും. അത് സമയം വേറെ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ സമയം മാറ്റിയാ മതിന്ന് കുറച്ചുകൂടെ കൂട്ടി വെച്ചാലും ഞാൻ ലേറ്റ് ആവും. എന്റെ ദൈവമേ, അത് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കണം. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു. റെസൊല്യൂഷൻ എന്താന്നുള്ളത് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം. അതെ 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 അതെ. പക്ഷെ 1-ാം തീയതി ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ 9 മണിക്ക് എത്താൻ പറഞ്ഞേ. ഞാൻ 2-ാം തീയതി എത്തിയത്. അല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് എത്താൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. 9:30-9:45 എത്താൻ വേണ്ടിട്ട്. എന്നിട്ട് എന്തായി? അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അവരുണ്ടായിരുന്നു. അതിപ്പം 5 പാട്ട് പാടേണ്ട സ്ഥലത്ത് 2 പാട്ട് പാടി മടങ്ങി വന്നു. ഓ, വെരി ഗുഡ്. അങ്ങനെ നടന്നില്ല. അത് സെറ്റ് ആവും, നമുക്ക് സെറ്റ് ആക്കി എടുക്കണം അല്ലേ? ഓക്കെ ഓക്കേടാ. ശരത് സർ. ശിവനന്ദ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ, താങ്ക് യു. വണ്ടർഫുൾ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ റൂട്ട്, ആ സ്വരങ്ങൾക്ക് ഏത് നിഷാദമാണ് എന്നുള്ള ഒരു ധാരണ എപ്പോഴും പാടുമ്പോൾ വേണം. ശ്രീരാമനാമം പാടുമ്പോൾ അതിൽ ചില ആകാരങ്ങളൊക്കെ ഇല്ലേ, ആ പാടുന്നതിൽ തന്നെ. അപ്പം ആ നോട്ടിൻ്റെ ക്ലാരിറ്റി, നമ്മൾ വലിയ നിഷാദമാണെങ്കിൽ അത് വലിയ നിഷാദമായിരിക്കണം. അത് ചെറുതായിട്ട് സൗണ്ട് ആവരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. പാട്ട് നന്നായിട്ട് തന്നെ പാടി. മഞ്ജരി പറഞ്ഞ പോലെ അതായിരുന്നു ഒരു അപകടം പറ്റിയ ഏരിയ. അത് കുഴപ്പമില്ല, അതെല്ലാവർക്കും പറ്റത്തില്ല, അതിലൊരു കാര്യമില്ല. എന്തൊക്കെയാലും പാരസെറ്റാമോള് പോയി നല്ലൊരു മോള് ഇവിടെ തിരിച്ചെത്തി, അതിൽ സന്തോഷം. താങ്ക് യു സർ. അല്ല, സമയത്ത് എത്തണം കേട്ടോ. കാര്യം നമ്മൾ പങ്ക്ച്വൽ ആവണം. നമ്മൾ ഇപ്പം ഇപ്പം എനിക്കിവിടെ 9 മണി ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു 8 മണിക്ക് അവിടെ എത്തിയാൽ മതി. ഞാൻ ഒരു 7 മണിക്ക് എത്തും.
അവിടെ നിന്ന് നരകിച്ചിട്ടാണ് പോകുന്നത്. കാര്യം എനിക്കതാ ഇഷ്ടം. ഓടിക്കയറി എനിക്കതൊരു ശീലമില്ല. ഫ്ലൈറ്റിലേക്ക് ഓടിക്കയറാനോ? ചുമ്മാ രസത്തിന് ഫുട്ബോളിൽ നിന്ന് പോകാനേ. അല്ല, നമ്മൾ ടെൻഷനല്ലേ? നേരത്തെ പോയാലേ ഒരു മനസമാധാനം ഉണ്ടാവും എവിടാണെങ്കിലും. അത് നമ്മളെ കാത്തിരിക്കുന്നവരിട്ട് വരയ്ക്കാണ്ട് അതൊരു വലിയ ഇതല്ലേ കേട്ടോ. അപ്പോൾ ഇനി പങ്ക്ച്വലായിരിക്കാം. ഈ വർഷം നല്ല എല്ലാ പ്രോഗ്രാമിനും സമയത്തെത്തി, ഈ ഷൂട്ടിനാണെങ്കിലും സമയത്തെത്തി നമ്മുടെ ഷാൻ റഹ്മാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ ആരോ കേട്ടോ അതിന് സാലട 1-ാം തീയതി കോളായി. നമുക്കിനി ഒരു വർഷം മൊത്തം ഉണ്ട്. ഓക്കെ ഷാനിക്ക, ആദ്യം അതിന് മറുപടി കൊടുക്കുന്നു അതോ ജഡ്ജ്മെന്റിലേക്കാണോ പോകുന്നത്? തിലകൻ ചേട്ടൻ ജഡ്ജ് ചെയ്ത പോലെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കലണ്ടർ മനോരമ തന്നെ പൂർത്തിയായി. ശിവൻ എന്താ? സർ നന്നായിട്ട് പാടി, നല്ല താങ്ക് യു രസം, സർ. നല്ല ക്ലീൻ സിംഗിങ്. എസ്പെഷ്യലി ചരണത്തിൽ ഓഫ് കോഴ്സ് ആ ഒരു നമ്മുടെ രജിത് ഭായിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് മാത്രം ഒന്ന് പാടി. ബട്ട് അതർവൈസ് ആ ക്ലിക്ക് മാത്രം ഉള്ള ഏരിയസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. പിന്നെ നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. ഈവൻ ആ സസ്റ്റെയിൻസ് വരെ ക്ലീൻ ആയിരുന്നു. കാരണം ഈ ക്ലിക്ക് മാത്രമുള്ളിടത്ത് സാറിന് സസ്റ്റെയിൻ ടുവേർഡ്സ് ദി എൻഡ്, ആ എൻഡ് എത്തുമ്പോൾ ചെറിയൊരു വിറയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടത് കൊളാവും. പക്ഷെ ഇതൊന്നുമില്ല. ആ ക്ലിക്കും ശിവനന്ദയുടെ ബ്യൂട്ടിഫുൾ വോയിസും മാത്രം ക്ലീൻ ആയിരുന്നു അവിടെ കേട്ടോ. അപ്പം അത് കീപ്പപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ലേറ്റ് ആയത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്കും. നമ്മൾ എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ്, സൈഡായി, എല്ലാവരും സൈഡായിട്ടാണുള്ളത്. പാറു, നിന്റെ റെസൊല്യൂഷൻ എന്താ? പ്രത്യേകിച്ച് ഞാനത് അന്ന് പറഞ്ഞു ഷാനിക്ക, പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തിട്ടില്ല. ആണോ? നല്ലത്. ഒരു ഒന്നും ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. കലണ്ടർ ഡേറ്റ് ഒന്ന് മാറ്റി എന്നല്ലാതെ വേറെ ഇല്ല മാറ്റങ്ങളൊന്നും ഷാനിക്ക, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബുക്സ് വായിച്ചു തുടങ്ങണം എന്ന്. എന്നിട്ട് ഞാനത് വായിച്ചത് ഡിസംബറിലായിരുന്നു. അല്ല, പക്ഷെ ഞാൻ വായിച്ചു, ഒരു ബുക്ക് ഫുള്ള് ഡിസംബറിൽ വായിച്ചു തീർത്തു. അപ്പൊ എനിക്കിപ്പോ ഇഷ്ടമായി, റീഡിങ് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ബുക്സ് ഒക്കെ വായിച്ചു തുടങ്ങണം എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. ഒരു ബുക്ക് എഴുതാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല ചേച്ചി. ഷാനിക്ക, ഷാനിക്കയുടെ റെസൊല്യൂഷൻ, കാരണം ഞാനൊരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു. ഷാനിക്കായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിരുന്നു അതൊക്കെ. ഞാൻ ഫുൾ അത് വായിച്ചു. എന്താണ് ഷാനിക്കയുടെ 2025 ഷാനിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ന്യൂ ഇയർ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടോ? 2025 എനിക്ക് അത്ര ഒരു നല്ലൊരു വർഷം ആയിരുന്നില്ല. കാരണം കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു അത്ര നല്ല വർഷമായിരുന്നില്ല. കരിയർ വൈസ് അല്ല ഞാൻ പറയണത്, മറ്റ് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം 2025 ഞാൻ ആക്ച്വലി മറക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇതൊക്കെ നമ്മള് ചിലപ്പോ ഇതിലും വലുതെന്തോ, ഞാൻ അങ്ങനെയാണ് ആലോചിക്കണേ, ചിലപ്പോ ഇതിലും വലുതെന്തോ വരാനിരുന്നത് നമ്മളെ ഇങ്ങനെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കുക. എനിക്കൊന്ന് ആ പോസ്റ്റിൽ ഞാൻ അങ്ങനെയാണ് തോന്നുന്നു എഴുതിയിട്ട്, പോസിറ്റീവായിട്ട് നിൽക്കുക. ഈ വരുന്ന നെഗറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ ഒന്തിത്തള്ളി അങ്ങോട്ട് മാറ്റുക. പിന്നെ ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം ഡിജിറ്റൽ ഡീടോക്സ് ആണ്. മാക്സിമം ഈ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതെന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതൊക്കെ വേറൊരു ടീമിനെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ആ സാധനങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ വർക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പം മ്യൂസിക് കമ്പോസിങ് എങ്കിൽ അത്, ആക്ടിങ് എങ്കിൽ അത്, അതിൽ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബാക്കി നെഗറ്റിവിറ്റി നമ്മൾ എടുത്ത് ദൂരെ കളയുക. അതുകൊണ്ട് ഒന്നും ആർക്കും ഒരു ഗുണമില്ല, നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ പഠിക്കുക, അതാണ്. അല്ല, ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടി. ലൈക്ക് അത് ഷാനിക്ക നമ്മളോടൊക്കെ കൂടെ പറയുന്ന പോലെയാണ് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പാറു ഷാനാണെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് മെസ്സേജ് വിടരുത്, അത് ഷാനല്ല. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. എന്താ പാറു? സർ, ശിവനന്ദയുടെ മാർക്ക് 8.9. താങ്ക് യു സർ.
താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ സാർ 9. താങ്ക് യു സാർ. ഷാനിക്ക. ചേച്ചി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല്ല് തേക്കാത്തോണ്ട് പറയുന്നില്ല. എഴുതി ചുരുട്ടി കുടത്തിലിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.9. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ. Ni pa maga sa sa